Hello chengayamara, welcome back to Evercity Mobile Trading Bardhaban. പുതിയ മൊബൈലിന്റെ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ട്രംപ് ഒക്കെ താരിഫൊക്കെ കൂട്ടിയിട്ട് ഇടങ്ങാറാക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പം കുറച്ചൊക്കെ പിൻവലിച്ച് അതുകൊണ്ട് മാർക്കറ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ ടെക്ക് ഒന്ന് കൂടിയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് 1 വീക്ക് ആയിട്ട് ഓഫറും വീഡിയോ ഒന്നും കാണാൻ നിന്നത്. അപ്പൊ ഇപ്പൊ ഒരു നല്ല ലെവലിൽ റേറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ തങ്ങൾ നമുക്ക് നല്ല റേറ്റിന് കൊടുത്തുവിടാ. അപ്പൊ തങ്ങൾ നല്ല റേറ്റിന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തങ്ങളാ നമുക്ക് എഴുതി തുടങ്ങാം. നമുക്ക് ഐഫോൺ തന്നെ തുടങ്ങാം. ഐഫോൺ തന്നെ, ഐഫോണിൽ ഇപ്പൊ വില കൂട്ടിക്കാം. ഇതിന്റെ ഒരു വിഷയം കൊണ്ടാണ്, കാരണം മാർക്കറ്റിൽ കേട്ടിട്ടാവില്ല, ഇന്ത്യയിൽ നിന്ന് ഒറ്റയടിക്കാണ് ഫ്ലൈറ്റ് അടക്കമാണ് സാധനം പോയിരിക്കുന്നത്. ആപ്പിളിന്റെ സാധനം കാരണം കൂടുതൽ എന്തായാലും കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറഞ്ഞ് നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ, നമ്മൾ കൂട്ടിയിട്ടില്ല. പക്ഷെ മാർക്കറ്റിനെ അപേക്ഷിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റ് ഇടും. പിന്നെ ട്രംപ് താരിഫ് കൂട്ടിയാലും ശരി കുറച്ചാലും ശരി, എവർസിറ്റിയിൽ വന്ന് നിങ്ങൾക്ക് എന്തായാലും ഓഫർ വന്നിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനേക്കാൾ വില കുറച്ചിട്ട് എവർസിറ്റി കിട്ടും. അപ്പൊ തങ്ങളെ കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ ലാഗ് ചെയ്തില്ല. കൊടുത്തേക്ക് TR സ്റ്റോക്ക് ആണ് 1600. 1600 ഓക്കെ. 128 1600 1 ഇയർ വാറന്റിയിലെ TDR സ്റ്റോക്ക് ആണ്. 512 വേണമെങ്കിൽ അതുകൊണ്ട് 512 മെമ്മറി കൂടുതലുള്ള, അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള മൊബൈൽ ആയിരിക്കാൻ വേണമെങ്കിൽ 13 തന്നെ 512 ഉണ്ട്. എത്ര കൊടുക്കാം? അത് 2250. 2250 2250 കേട്ടോ. 2250 13 512 മെമ്മറി കൂടുതൽ വേണ്ടാക്കി വാങ്ങാം. മറ്റേത് നമ്മൾ ആദ്യം പറഞ്ഞത് 1600 128 GB ആണ്. അപ്പൊ തങ്ങൾ ഐഫോൺ 13 നമ്മൾ പറഞ്ഞു. 14 ഇല്ല, 14 ഇതാ. 14 എത്ര കൊടുക്കാം? 14 128 കൊടുത്തേക്ക് 2050 കൊടുത്തേക്ക്. TR സ്റ്റോക്ക് നല്ല അടിപൊളി സാധനം. 14 2050 TR ആണ്. ഇതൊക്കെ പറയുന്നൊക്കെ മിഡിൽ ഈസ്റ്റ് ആണ്. 2000 കൊടുക്കാം നമുക്ക്. മിഡിൽ ഈസ്റ്റ് ആണ് അത്. TR അല്ല, ഇനി വേറെ മിഡിൽ ഈസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒക്കെ ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണൂല, ഇന്റർനാഷണൽ ചെയ്യുന്ന ആ സാധനം വേണമെന്നുണ്ടെങ്കിൽ 2000 നേരം. ഇനി അതല്ല TR നമ്മുടെ UAE ഒറിജിനൽ ഒഫീഷ്യൽ വാറന്റിയുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2050 കിട്ടും. ഓക്കെ. 128 വേറെ ഇതെന്ന് കഴിഞ്ഞാൽ 256 ഉണ്ട്. 14 ഓക്കെ. 14 256 കൊടുത്തേക്ക് 2350. അത് ഇന്ത്യൻ സ്പെക്ക് ഉള്ളൂ. ഇന്ത്യൻ സ്പെക്ക് ഓക്കെ. നമ്മൾ ഉള്ള പോലെ പറഞ്ഞു കൊടുക്കാം. ഇന്ത്യന്റെ സാധനമാണ് വരുന്നുള്ളൂ. 14 ഒക്കെ സാധനം 2 വർഷം മുന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുവരെ 256 കുറച്ചായിട്ട് നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ വേണ്ടാക്ക് എങ്ങനെ എടുത്താലും, നിങ്ങൾ ഇന്ത്യൻ എടുത്താലോ ഇനി അതല്ല അമേരിക്കൻ എടുത്താലും എവിടുത്തെ സാധനം എടുത്തു കഴിഞ്ഞാലും 1 ഇയർ ഇന്റർനാഷണൽ വാറന്റി. ആപ്പിളിന് മാത്രം, വേറെ ഒരു പ്രൊഡക്റ്റിന് ഇന്റർനാഷണൽ വാറന്റി ഇല്ല. ആപ്പിളിന് മാത്രമാണ് ഇന്റർനാഷണൽ വാറന്റി ഉള്ളത്. അത് നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം. സാധനം എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, പേടിക്കണ്ട. അപ്പൊ 14 256 എത്ര കൊടുക്കാം? 2350. ഈ 2350 25350 256. 40 ഉണ്ട്. 40 എത്ര കൊടുക്കാം? 40 പ്ലസ് കൊടുത്തേക്ക് 2300. 2300 TR ആണ്. 2300 2300 14 പ്ലസ് തന്നെ വലിയ ബിഗ് സ്ക്രീൻ ആണ്. 4800 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ബിഗ് സ്ക്രീൻ ആണ്. അപ്പൊ നല്ലൊരു ഓഫറാണ്. 2300 പുതിയ പീസാണ്. യൂസർ തന്നെ ഇപ്പോൾ 2100 യൂസറിന് ഇപ്പോഴും വിലയുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ TR തന്നെ 1 ഇയർ വാറന്റി ഉള്ള നല്ല ബിഗ് സ്ക്രീനുള്ള സംഭവം ആയിരിക്കും വേണമെങ്കിൽ 128 കൊടുക്കുന്നത് 2300. ഇതിന് 512 ആണെങ്കിലോ? ഇതിന് 512 തീർന്ന് നല്ല ഓഫർ ഇട്ടതാണ്. 2650 കഴിഞ്ഞു. ലാസ്റ്റ് പീസ് ആദ്യം വരുന്ന കിട്ടും. ഒരുപാട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീലൊക്കെ നമ്മൾ പെരുന്നാളിന് കൊണ്ടുവന്നാണ്. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞു. ഇനി ആകെ ഒരു പീസേ ഉള്ളൂ. മാർക്കറ്റിൽ ഇപ്പോൾ സാധനം അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ ആദ്യം വരുന്നാക്ക് ഒരു പീസ് ഉണ്ട്. വേണ്ടാക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ 2650 256 512 കിട്ടും. ഇനി ആണെങ്കിൽ നമുക്ക് 15ലേക്ക് പോവാം. 15ലേക്ക് എത്ര കൊടുക്കാം? TR ആണെങ്കിൽ 2350 കൊടുക്കാം. ഓക്കെ. TR ആണെങ്കിൽ 2000 ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ബ്ലാക്ക് ഉണ്ട്. 2350. ഇന്ത്യക്കാണ് 2300 കൊടുക്കാം. 2300 ഇന്ത്യൻ കൊടുക്കാം. ഓക്കെ. 2300 ഇന്ത്യൻ സ്റ്റോക്ക് തരാം. പിന്നെ ഉള്ളത് 15 പ്ലസ് ആണ്. 15 പ്ലസ് പിന്നെ പിങ്ക് കളറേ ഉള്ളൂ മാർക്കറ്റിൽ. 2450 നല്ല വില കൂടിയിട്ടുണ്ട്. നമ്മള് 2350 ഓഫർ ഇട്ടതായിരുന്നു. ഇപ്പൊ മാർക്കറ്റിൽ കൂടുതലാണ്. ഇപ്പൊ ഈ മാർക്കറ്റിൽ 2500 2450 നിങ്ങൾക്ക് 128 GB അടിപൊളി സാധനം. ഇതിന്റെ 50 ഒന്നുമില്ല. അപ്പൊ വേണ്ടാക്ക് പിങ്ക് കളർ മാത്രമേ ഉള്ളൂ. കളർ അടക്കം പറയാം, കാരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വരുന്നതായിരിക്കും. വന്നു കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ. പക്ഷെ പിങ്ക് നല്ല കളറാണ്. ശരിക്കും നിങ്ങൾ നെറ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിങ്കിന്റെ കളറൊക്കെ കറക്റ്റ് ഫോട്ടോസ് കാണും. അപ്പൊ പിങ്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ 15 പ്ലസ് 128 GB 2450. ഓക്കെ. പിന്നുള്ളത് മാക്സ് ആണ്. 15 Pro Max. 15 Pro Max ഇപ്പോൾ നല്ല ആളാണ്. 3800 നല്ലോണം പോകുന്നുണ്ട്. ഓക്കെ. നമ്മള് ഇപ്പോഴും സാധനം കിട്ടുന്നില്ല മാർക്കറ്റിലൊക്കെ. ഇത് മുഷ്കിലാണ്. 4000 നമ്മളെ ഫോളോവേഴ്സിന് നമ്മളെ എവിടെന്നെങ്കിലും കൊണ്ടേ കൊടുക്കുമല്ലോ. ഇങ്ങനെ കൊണ്ടുവരാണ് തീരുമാനം. 15 Pro ഇല്ല. 15 Pro ഒരുപാട് പോയിരുന്നു. ഇപ്പൊ കിട്ടാനില്ല. ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരും. പക്ഷെ ഇപ്പം കിട്ടുന്നതാകെ നമുക്ക് 15 Pro Max മാത്രം. ഇത് എത്ര കൊടുക്കുന്നത്? 3800 256. ഇതിന്റെ മേലെ 512 ഉണ്ട്. വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. 4150 വൈറ്റ് ജപ്പാനാണ്. ഓക്കെ. അത് ജപ്പാനാണ്. വൈറ്റ് കളർ വരുന്നത് 512 4000
150 1 TB ഉണ്ടോ? 1 TB ഉണ്ട്, നാച്ചുറൽ കളർ ജപ്പാൻ. നാച്ചുറൽ ജപ്പാൻ അടിപൊളി 1 TB ഉണ്ട്. എത്ര കൊടുക്കാം? 4400 കൊടുക്കാം. 4400. അത് നല്ല ഓഫറാണ്. നല്ല ഓഫർ. 1 TB ആണ് 4400. മെമ്മറി ഒക്കെ വേണ്ട. ചില ആൾക്കാരൊക്കെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മെമ്മറി പോരാ, കൂടെ ഡിലീറ്റ് ചെയ്യുന്നു വരുന്നത്. അതുപോലെ ഞങ്ങൾ ഓൾഡ് ഫോട്ടോസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പരാതി ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഓഫറാണ്. വെറും 4400. അത് 50 Pro Max. നിങ്ങൾക്ക് ഇപ്പോൾ AI ഫീച്ചർ ഒക്കെ കിട്ടണമെങ്കിൽ എന്തായാലും 50 Pro മുതൽ 50 Pro Maxലൊക്കെ കിട്ടുള്ളൂ. അതിന്റെ മുകളിലോട്ട് താഴോട്ട് കിട്ടൂല. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ കുറച്ച് നല്ല തന്നെ വായിക്കും. ഏറ്റവും ബെസ്റ്റ് ഓഫർ, ബെറ്റർ ഓപ്ഷനും അതാണ്. അപ്പൊ നല്ല ബെസ്റ്റ് ഓഫറാണ്. 4400 1 TB കിട്ടും. 16ലേക്ക് ഇറങ്ങാം. 16ലേക്ക് എത്ര കൊടുക്കാം? 16 128 കൊടുക്കാം. 2550 2550 2550 128. 256 2950 256 2950 2950 256 GB. ചില കളറിനെല്ലാം ഒരു 25 റംസിന്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ വന്നോളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ചില കളറിന് ഒരു സെലക്ടഡ് കളർ, ചില കളേഴ്സ് ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ചില കളേഴ്സിന് മാത്രം ഒരു 25 അത്ര ഒരു 50 വ്യത്യാസം വരുന്നില്ല. ജസ്റ്റ് 25 ഡിഫറെന്റ് വരുന്നുള്ളൂ. ഓക്കെ. പിന്നുള്ള 16+ ആണ്. 16+. 16+ 2950 കൊടുക്കാം. 2950 2950 16+ കിട്ടും. അതന്നെ 256 ആണെങ്കിൽ ബ്ലാക്ക് കളറും വൈറ്റും 3250 കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ എല്ലാ കളറും കൊടുത്താൽ. ഓക്കെ. പക്ഷെ ഇപ്പം ബാക്കിയുള്ള കളറിനല്ല 3350 100 ദിറംസ് കൂടി. 100 ദിറംസ്. ഓക്കെ. പിങ്ക് കളറിന് 3400 150 ദിറംസ് ഉള്ള പോലെ പറയണം. കാരണം വന്നിട്ട് നിങ്ങൾക്കും മുഷ്കിലാണ്. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു മുഷിപ്പ് തോന്നും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ട്. റേറ്റ് 3250 ബ്ലാക്കും വൈറ്റും കിട്ടും. ബ്ലാക്കും വൈറ്റും കിട്ടും. പിന്നെ ഗ്രീനും മറ്റേ ഇതാണെങ്കിൽ 3350 3350. പിങ്ക് കളറിന് 3400. പിങ്ക് ആണ് 3400. എല്ലാം ഇന്ത്യൻ സ്പെക്ക് ആണ്. ഇതല്ല 16 നോർമൽ എല്ലാം വരുന്ന ഇന്ത്യൻ സ്പെക്ക് ആണ്. ഇനി അപ്പൊ നമ്മള് 16 വരെ നമുക്ക് 16 Pro ഇനി പറയുന്നത് ഭയങ്കര അത്ഭുത. 16 Pro സീരീസ്, Pro Max സീരീസ് ഫുള്ള് TR പോയി കഴിഞ്ഞാൽ ഏതാണോ പ്രൊഡക്റ്റ് കിട്ടുന്നത് അതേ സെയിം പ്രൊഡക്റ്റ് ആപ്പിൾ സ്റ്റോർ പോയ വേറെ ആപ്പിൾ സ്റ്റോർ, ഷറാഫ് DG, സിറ്റി സെന്റർ എവിടെ പോയിട്ട് കിട്ടുന്ന എവിടെ പോയി വിലയെ നോക്കിക്കോളൂ. നിങ്ങൾ എവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിലയെ നോക്കിക്കോളൂ. ആ ഒരു വിലയാണ്. അതിന്റെ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു കാര്യമാണ്, നമ്മളെ തമാരുണ്ടോ അതുപോലെ തന്നെ ടാബ് ഉണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതൊന്നും എല്ലാവരും പറയുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്നൊക്കെ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. നിങ്ങൾ ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങ് തരും. അതേസമയം ടാബി ആയാലും ശരി, തമാരൊക്കെ വേറെ തേർഡ് പാർട്ടിയാണ്. അവർ പറയുന്നത് ഞങ്ങളോട് ലാഭം നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ ലാഭത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരാനാണ് അവർ പറയുന്നത്. എക്സ്ട്രാ പൈസ വാങ്ങാൻ ഞങ്ങൾക്ക് അലൗഡ് ഇല്ല. പക്ഷെ നിങ്ങൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ സംഭവമൊക്കെ ഞങ്ങൾ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ഞങ്ങൾ ഒഫീഷ്യൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ഈ ടാബിയും തമാരൊക്കെ എടുക്കുമ്പോൾ ഒഫീഷ്യൽ പ്രൈസിലേക്ക് പോകും. കാരണം നിങ്ങൾക്ക് റേറ്റ് ജാസ്തി ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ഒഫീഷ്യൽ പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ. ആ പ്രൈസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് നഷ്ടമാണ്. അപ്പോൾ ടാബിയും തമാരും എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരും. ഞങ്ങൾക്ക് എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങുന്നില്ല. പക്ഷെ ക്യാഷിയറാണെങ്കിൽ ഒന്നും കൂടി ഡിസ്കൗണ്ട് ആയിട്ടുള്ള ക്യാഷ് പ്രൈസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. ആരും നിങ്ങളടുത്ത് പറയില്ല. നിങ്ങൾ പല ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റും കാര്യങ്ങളോ ചില സ്ഥലത്ത് അടിയൊക്കാവുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ വിഷയം വരുന്നത് ഈ ഒരു വിഷയമാണ്. ആരും തുറന്ന് പറയാത്ത കാരണമാണ് ഈ ഒരു സംഭവം. ഇതാണ് ടാബിയും തമാരൊക്കെ എടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് അവർ ഞങ്ങളടുത്ത് വാങ്ങുന്നതാണ്, നിങ്ങളടുത്ത് വാങ്ങുന്നില്ല. ഞങ്ങൾ കടക്കിന്റെ ആളടുത്ത് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണം. ഞങ്ങൾക്ക് ലാഭം ഇല്ലാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒഫീഷ്യൽ റേറ്റിൽ നിങ്ങളടുത്ത് വാങ്ങിയിട്ട് അവർ കൊടുക്കും. ഒഫീഷ്യൽ റേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ് കിട്ടൂല. അല്ല, പിന്നെ വേറെ അതായത് ആദ്യം കുറെ 4000 5000 അതും പറഞ്ഞുതരാം. ഇതിന്റെ സംഭവം അതാണ്. അപ്പൊ നിങ്ങൾ ഈ റേറ്റ് കൂടുതലാണോ അങ്ങനത്തെ ഒരു സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ തുറന്നങ്ങ് പറയാ, ആരും നിങ്ങൾ ഇത് പറയാൻ നിൽക്കില്ല. കാരണം ഇത് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ വിശ്വസിച്ച് വീഡിയോ കാണുന്ന ആൾക്കാർ അതുകൊണ്ടാണ് തുറന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് വന്നാലും ശരി, എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു വിചാരം വരും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മളിപ്പോൾ ചില ബ്രാൻഡഡ് ഷോപ്പുകൾ അവിടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും വാങ്ങുന്നില്ലല്ലോ, എക്സ്ട്രാ ചാർജ് ഒന്നും. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയടിക്ക് സിമ്പിളായിട്ട് പറയുന്നത് അവിടെയൊക്കെ ഒഫീഷ്യൽ റേറ്റ് ആയിരിക്കും. ആ ഒഫീഷ്യൽ റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് ഉള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ്, അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ ഈ റേറ്റ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന റേറ്റ് നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ഈ റേറ്റിൽ സാധനം കിട്ടൂല. ആ റേറ്റ് നിങ്ങൾക്ക് ടാബിലോ തമാരയിലോ കിട്ടൂല. ഇതാണ് വ്യത്യാസം. ഇത് പ്രത്യേകം ഇത് ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ് പറയുന്നത്. നിങ്ങൾ ക്യാഷ് കൊണ്ടുവരിക, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പോയാൽ നിങ്ങൾ ഇത്രയും തരേണ്ട അപ്പുറം നിങ്ങൾക്ക് ഒരു ദിറംസ് പോലും എക്സ്ട്രാ തരേണ്ട ആവശ്യമില്ല. പക്ഷേ ടാബിയും തമാരൊക്കെ ഒഫീഷ്യൽ റേറ്റ് എത്രയാണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ്, ആ റേറ്റ് നിങ്ങളത് എക്സ്ട്രാ ഒന്നും വാങ്ങൂല. ഒറിജിനൽ റേറ്റ് എത്രയാണോ ആ റേറ്റ് നിങ്ങളടുത്ത് വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് ടാബിയും തമാര എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. രണ്ടാമത് തങ്ങൾ പറഞ്ഞൊരു കാര്യം, ടാബിയിൽ ആദ്യമായിട്ട് ടാബി എടുക്കുന്നതൊക്കെ പണ്ടൊക്കെ നമുക്ക് ടാബി എടുക്കുന്നതൊക്കെ 3000 4000 5000 ഒക്കെ അവർ കൊടുത്തിന് വാരി കുറച്ച് കൊടുത്തു. പക്ഷെ ഇപ്പം അവരെങ്ങനെ വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഷോപ്പുകളിൽ നിന്നുള്ള പർച്ചേസിന് അത് സംഭവം അവർ ചെയ്യുന്നല്ല. സംഭവം വെച്ചാൽ ചില ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ തരുന്നില്ല, അവർ തേർഡ് പാർട്ടിയാണ്.
അവര് ഞങ്ങൾക്ക് തന്നാലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളെ കളിക്കാടും കാര്യം കഴിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുതിയ എടുക്കുന്ന എല്ലാ ടീംസിനും മാക്സിമം ഒരു 400-500 മേലെ കൊടുക്കുന്നില്ല. അതേസമയത്ത് ആദ്യം എടുത്ത് കണ്ടിന്യൂ വന്നാക്ക് 500 1000 ആകുന്നുണ്ട്, 1000 2000 ആകുന്നുണ്ട്, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ആദ്യമായിട്ട് എടുക്കുന്നതാക്ക് മാക്സിമം നിങ്ങൾ ആദ്യമായിട്ടാണ് ടാബ് ഉപയോഗിക്കുന്നതാണെങ്കിൽ മാക്സിമം അവർ തരുന്നത് 400-500 ഈ ഒരു ഓപ്ഷനെ തരുന്നുള്ളൂ. അതുകൊണ്ട് അതുകൂടി പ്രത്യേകം എടുത്തു പറയാം. അല്ലാതെ നിങ്ങൾ ഒരു വലിയൊരു പ്രതീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ടാബ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് അത്രക്കാരം കിട്ടൂല. ഇപ്പോൾ ഏകദേശം 99% ആൾക്കാർക്കും 400-500 മേലെ ആർക്കും കിട്ടുന്നില്ല. പിന്നെ ആദ്യം ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്, 3000 ആൾക്കാർക്കുണ്ട്, 4000 ആദ്യം എടുത്ത് കണ്ടിന്യൂ ആയ ആൾക്കാർക്ക് കൂടി പോകുന്നുണ്ട്. ഇത് ടാബ് ചെയ്തൊരു ഓപ്ഷനാണ്, ഞങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ടാബിൻ തമാരൊക്കെ ഞങ്ങൾ ഷോപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു വിഷയമാണ് ഇത് തുറന്ന് നിങ്ങളോട് പറയുന്നത്. എന്ന് വെച്ചാൽ പല ആൾക്കാർ നമ്മൾ ടാബ് ഉണ്ടോ തമാര ഇങ്ങനെ ചോദിക്കും, നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നത്. എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടൊരു പൈസ ഇല്ല, പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ഒഫീഷ്യൽ എത്രയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ആ പ്രൈസ് നിങ്ങൾ എടുക്കേണ്ടി വരും. അതേസമയത്ത് ഞങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന റേറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക, ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്, നോർമൽ പ്രൈസ് അല്ല പറയുന്നത്. നോർമൽ പ്രൈസ് ഓഫീഷ്യൽ റേറ്റ് തന്നെയാണ്. അത് നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഓഫീഷ്യൽ സ്റ്റോർ റൂമിലെ റേറ്റ് ആ റേറ്റിൽ നിങ്ങൾ വാങ്ങേണ്ടി വരും. ആ റേറ്റിലാണ് നിങ്ങൾ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങൾ ക്യാഷും കൊണ്ട് വരികയാണ്, ക്യാഷ് ഡിസ്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് സാധനം വാങ്ങാൻ സാധിക്കും. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 16 Pro എല്ലാം TRS സീരീസ് ആണ്. നമുക്ക് അങ്ങ് തുടങ്ങാം. പിന്നെ പല പ്രാവശ്യം നമ്മൾ കളറിന്റെ എല്ലാം പ്രശ്നം പറയലുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളറും ഒരു റേറ്റ്. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യുക. 16 Pro എടുക്കുന്ന എല്ലാ കളേഴ്സും ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത്. 60 Pro 128 കൊടുക്കാം, 3530 കൊടുക്കാം. 3530 3530 അതും TDRS ടോക്കൺ കിട്ടും. ഓക്കെ, 3530. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 256 3930 കൊടുക്കാം. 3930 4000 ദിർഹംസ് വരെ എത്തിയിരുന്നു. നിങ്ങൾ ചില ആൾക്കൊക്കെ അറിയാൻ പറ്റും, വാങ്ങിയ ആൾക്കാരുണ്ടാവും. അവർ ഞങ്ങൾ കൂട്ടുന്നില്ല, മാർക്കറ്റാണ്. മാർക്കറ്റിൽ എത്രയാണ് എല്ലാ കളറും ഒരേ റേറ്റാണ്. അപ്പൊ മാർക്കറ്റ് 4000-4000 മുകളിലൊക്കെ പോയിരുന്നു. പെരുന്നാക്കൊക്കെ എനിക്ക് 4050-4100 വരെ വാങ്ങിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ ഒന്ന് വില കുറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഒന്ന് ചവിട്ടിയപ്പോ ഒരു 3 മാസത്തേക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന്റെ പേരിൽ നമുക്കൊന്ന് മാർക്കറ്റിൽ ഒന്ന് ലൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ട്. 3930 256. അതന്നെ 512 ആണ്. 512 4675 4675 4675 എല്ലാ കളറും എല്ലാ കളറും TR ആണ് പ്രത്യേകം. ഓക്കെ, 1TB ആണെങ്കിൽ 5350 അതില് നാച്ചുറലും മറ്റേ ഡിസേർട്ടും ഉള്ളൂ. ബ്ലാക്കിന് ഒരു 100 ദിർഹംസ് കൂടും. ഓക്കെ, ബ്ലാക്കിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ കയ്യിൽ അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് ഉള്ളത് മാർക്കറ്റിൽ പോയാൽ ചിലപ്പോൾ വില സംഭവം കളറെല്ലാം ഉണ്ട്. 3 കളർ 4 കളറല്ല 3 കളർ നോട്ട് ചെയ്യുക. ഞങ്ങളുടെ സ്റ്റോക്കിന്റെ റേറ്റ് ആണ് പറയുന്നത്. ഒരു 2-3 ഡേയ്സ് അല്ലെ 4 ഡേയ്സ് മാത്രമേ ഈ ഓഫർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഓഫർ കുറഞ്ഞാൽ കുറക്കും, കൂടിയാൽ സംഭവം കൂടാൻ ചാൻസ് നമ്മളെ അറിയുന്നവർക്ക് അവർക്കറിയാം. പരമാവധി നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കറക്റ്റായിട്ട് പല വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പലയിൽ നിങ്ങൾക്ക് വില ഇങ്ങനെ മാറി കൂടിയും കുറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം ഡെയിലി മാർക്കറ്റാണ്. ഞങ്ങൾ ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ മാർക്കറ്റ് എന്താണ് പോകുന്ന ലെവല്, ആ ലെവലിൽ നിങ്ങൾക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിലർ റീറ്റെയിലർ എങ്ങനെ 1 എടുത്താലും ശരി 10 എടുത്താലും ശരി നിങ്ങൾക്ക് ഒരേ വിലക്ക് സാധനം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ വരാം. അതുപോലെ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ 1 ഇയർ കറക്റ്റ് കമ്പനി വാറണ്ടി, ഷോപ്പ് വാറണ്ടി അല്ല, കമ്പനി ഒഫീഷ്യൽ. നിങ്ങൾക്ക് ആപ്പിളിന്റെ ആണെങ്കിൽ ആപ്പിൾ വാറണ്ടി കിട്ടും. പിന്നെ അതല്ല സാംസങ്ങിന്റെ ഒറിജിനൽ കമ്പനി വാറണ്ടി, അത് 1 ഇയർ. ഞങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് അത് മുതൽ കറക്റ്റ് 1 ഇയർ നിങ്ങൾക്ക് കറക്റ്റ് വാറണ്ടി ഞങ്ങൾ തന്നിരിക്കും. ഷോപ്പിന്റെ അല്ല, വീണ്ടും പറയുന്നത് കമ്പനി വാറണ്ടിയാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിലേക്ക് പോവാം. മാക്സിലാണ് ഇപ്പോ 4250 തന്നെ TR 4250. TR ആണെങ്കിൽ 4250 മാക്സ് 256 കിട്ടും. അതില് പിന്നെ ജസ്റ്റ് വേറൊരു കളറാണ് 25 ദിർഹംസിന്റെ വ്യത്യാസം. ബാക്കി എല്ലാ കളറും ബാക്കി ഓക്കെ. നിങ്ങൾക്ക് നാച്ചുറൽ ആണെങ്കിൽ ഡിസേർട്ട് നാച്ചുറലും കൊടുക്കാം. നമുക്ക് ഡിസേർട്ട് നാച്ചുറൽ എത്ര കൊടുക്കാം? 4250 ഡിസേർട്ടും തരും നാച്ചുറലും തരും. വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 4275 അറേഞ്ച് വരും. ഓക്കെ, പിന്നെ 512 5050 എല്ലാ കളറും കൊടുക്കാം. 5550 TR നിങ്ങൾക്ക് 5550 എല്ലാ കളറും. 5550 മാറിപ്പോയി. 5550 പറഞ്ഞല്ലേ 1TB അങ്ങോട്ടേക്ക് എല്ലാ കളറും 5500 5500 1TB എല്ലാ കളറും കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഐഫോൺ ഏകദേശം പറഞ്ഞു. ഐഫോണിന്റെ കൂടെ തന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഏത് തന്നെ ബ്രാൻഡഡ് മൊബൈൽ, കണ്ടീഷൻ നല്ല ബ്രാൻഡഡ് മൊബൈൽ ഉണ്ട്. ഇതൊക്കെ കസ്റ്റമറിൽ നിന്ന് വന്ന പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല കണ്ടീഷനാണ് കൊണ്ടുവന്നാൽ നമുക്ക് എന്താക്കാം നേരെ സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം. അതല്ല
എക്സ്ചേഞ്ച് ചെയ്തിട്ട് സാംസങ് ആണെങ്കിൽ സാംസങ് എടുക്കുക, അതല്ല ഐഫോണൊക്കെ ഐഫോൺ എടുക്കുക. പരമാവധി കൊണ്ടുവരുമ്പോൾ 2 കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഫോണൊന്ന് കണ്ടീഷനായി. കാരണം എന്നെ വിശ്വസിച്ചിട്ട് ഇതൊക്കെ റീസെയിലാണ്, എന്നെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കണ്ടീഷൻ നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഒന്ന്. രണ്ടാമത് തീരെ ചെറിയ മോഡൽ, നമ്മളിപ്പോൾ ചെറിയ ഫോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ആരും എടുക്കുന്നില്ല, അപ്ഡേഷൻ സ്റ്റോപ്പ് ആയത്. അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരാതെ നിങ്ങൾ പരമാവധി സാംസങ്ങിന്റെ ഐഫോണൊക്കെ നല്ല മോഡൽ, ഇപ്പോൾ 11 മുതൽ മുകളിലോട്ടുണ്ടാവും. അതുപോലെ സാംസങ് ഒക്കെ ആണെങ്കിൽ നോട്ട് 20, നോട്ട് 21, അതൊക്കെ ഒരു 3-4 വർഷം മുന്നേ ഫോണാണ്. അതൊക്കെ കയ്യിലുണ്ട്. കൊണ്ടുവന്നാൽ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേറ്റും കിട്ടും, ഞങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനും സാധിക്കും. നിങ്ങൾക്കും ഒരു വിഷമില്ലാത്ത രീതിയിൽ, അതുപോലെ ഞങ്ങൾക്കും വിഷമില്ലാത്ത രീതിയിൽ, ഇനി വാങ്ങുന്നാക്കും വിഷമില്ലാത്ത, മൂന്നാക്കും ഒരു പ്രശ്നം ഉണ്ടായത് ആ രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന ബെസ്റ്റ് റേറ്റിൽ നമുക്ക് സാധനം നിങ്ങളെ കയ്യിൽ നിർത്തിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നത്. ഓക്കെ, നമുക്ക് സാംസങ് പോയിക്കോളാം. സാംസങ് പോവാ. സാംസങ് ഇതാ തിളങ്ങി നിൽക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് തിളങ്ങി നിൽക്കുന്ന പോകുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. ഒരു രക്ഷയില്ല. A56. ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ തന്നെയാണ്. 50 മെഗാ പിക്സലാണ് ക്യാമറ. 50 എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് 50 ഇടുന്നുണ്ട്. ചിലതൊക്കെ ഈ പെന്നിലെ ഇങ്ക് എത്രയുണ്ട് അതുപോലെ 100 150 എഴുതുന്ന പോലെ തന്നെ പരിപാടിയല്ല. സാംസങ് ആണ്, സാംസങ് കറക്റ്റായിട്ട് കൊടുക്കുന്നത് എഴുതുള്ളൂ. 50 മെഗാ പിക്സൽ നല്ല ക്ലിയറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ബെറ്റൽ ബോഡിയാണ്, സൈഡ് വരുന്നത്, അതുപോലെ ബാക്ക് വരുന്നത് നല്ല അടിപൊളി ഗ്ലാസ് ആണ്. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം സാംസങ്ങിൽ ഏറ്റവും കൂടുതൽ ഇതാണ് പോകുന്നത്. അപ്പൊ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളെ 256 GB 5G മൊബൈലാണ്. എത്ര കൊടുക്കാം? 1325 കൊടുക്കാം നമുക്ക്. 1325 1350 256 GB കൊടുക്കാം. 1325 1325 വീണ്ടും കുറച്ചു 1325 കൊടുക്കാം. പിന്നെ അടുത്ത S24 FE. ഇനി വില കുറഞ്ഞ പ്രൊഡക്റ്റ് അതാണ് S24 FE. നമ്മളെ 24 അൾട്ര ആ സീരീസിൽ ഇറങ്ങിയ സംഭവമാണ് 24 FE. അതും 256 GB TRS സ്റ്റോക്കാണ്. എത്ര കൊടുക്കാം? 1525 കൊടുക്കാം. 1525 24 FE 256 GB TR. പിന്നെ നമ്മൾ നേരെ S24ലേക്ക് പോവാ. 24 ഈ പ്രൊഡക്റ്റ് ഇവിടുന്ന് മുതൽ അങ്ങോട്ടെല്ലാം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒറ്റ കമ്പനി ഉണ്ടാവും. TR മാത്രം ഒഫീഷ്യൽ വാറന്റിയുള്ള സാധനം മാത്രമേ കിട്ടുള്ളൂ. ഐഫോണിലൊന്നും നമ്മൾ വിൽക്കുന്നില്ല. ഗ്ലോബൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വെർഷനെ വരുന്നില്ല. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ. അതുപോലെ അങ്ങനെ ഒരു വെർഷനെ വരുന്നില്ല. ഇന്റർനാഷണൽ പറഞ്ഞിട്ടുള്ള ഏത് കൺട്രിയാണ് ആ വെർഷൻ തന്നെ കറക്റ്റ് പറഞ്ഞോളണം. ജപ്പാനാണ് ജപ്പാൻ, TR ആണ് TR, അതല്ല UK ആണ് UK, അങ്ങനെ വരുള്ളൂ. ഇന്റർനാഷണൽ എന്ന് പറയുന്നത് തന്നെ 1 നമ്പർ തട്ടിപ്പാണ്. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു വെർഷനെ വരുന്നില്ല. പ്രത്യേകം നോട്ട് ചെയ്യുക. ആകെ നിങ്ങൾക്ക് വാറന്റി കിട്ടുന്ന ഒരേ ഒരു സംഭവമുള്ളൂ, അത് കമ്പനി വാറന്റി കിട്ടണമെന്നുണ്ടെങ്കിൽ TR തന്നെ എടുക്കണം. വേറെ ഏത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടില്ല. സാംസങ്ങിന്റെ വാറന്റിയും കിട്ടൂല. സാംസങ്ങിന്റെ ഒഫീഷ്യൽ വാറന്റി വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും TDR നിങ്ങൾ കറക്റ്റ് നോക്കി. ഈ ഒരു TDR സ്റ്റിക്കർ ഉണ്ടാണോ? സ്റ്റിക്കർ മാത്രം ഉണ്ടായാലും കാര്യമില്ല. മാർക്കറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ടെക്നോളജി വരുന്ന അത്രയും തരികിട വളരുന്നുണ്ട്. നിങ്ങൾ ഫോൺ ഓൺ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കറക്റ്റായ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് TDR എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ TR നിങ്ങളെ 24 കൊടുക്കാം. 24 കൊടുത്തേക്ക് 128 ആണെങ്കിൽ 1825 കൊടുക്കാം. 1825 1825 128 2000 ദിറംസിന് 256 GB S24 കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ 24 അൾട്ര 24 പ്ലസ് കൊടുത്തേക്ക്. പ്ലസ് പ്ലസ് എത്ര കൊടുക്കാം? 2400 256 2400 ദിറംസിന് 256 GB കിട്ടും. 512 2650 512 GB കിട്ടും. 24 അൾട്ര ആണെങ്കിലോ? 24 അൾട്ര നമ്മൾ എപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ സാധനം 24 അൾട്രക്ക് ഇപ്പോഴും ആൾക്കാർ എനിക്ക് തോന്നുന്നു 25 അൾട്രന്റെ അതേ ലെവൽ ഇപ്പോഴും ഉണ്ട്. എന്താണെന്ന് അറിയില്ല. 24 അൾട്ര ശരിക്കും സാംസങ് മുതലാക്കിയ ഒരു മോഡലാണ്. ആളുകൾ ഏറ്റവും ഞങ്ങൾ സ്ഥാപനത്തിൽ സാംസങ്ങിന്റെ മോഡലിൽ വിറ്റിട്ട് ഏറ്റവും കൂടുതൽ വിറ്റിരുന്നത് 24 അൾട്ര ആണ്. അന്നും ഇന്നും ഇപ്പൊ ശരിക്കും ഒരു കൊല്ലം കഴിഞ്ഞാൽ അടുത്ത മോഡൽ ഇറങ്ങിയാൽ കുറച്ച് ബാക്കോട്ട് പോകും. പക്ഷെ ഇപ്പോഴും ബാക്കോട്ട് പോയിക്കില്ല. ഇപ്പോഴും രാജാവായിട്ട് തന്നെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാഹുബലിയാണെന്ന് തോന്നുന്നുണ്ട്. അത് ബ്ലാക്ക് കളറാണ്. 2775 കൊടുക്കാം. 2775 ദിറംസിന് ബ്ലാക്ക് കളർ കിട്ടും. ഗ്രേ ആണെങ്കിൽ 25 ദിറംസിന്റെ 2800. നല്ല റേറ്റിനാണ്, വില കൂടുകയും ചെയ്തിട്ടില്ല. 2775 25 ദിറംസ് വീണ്ടും കുറയാ ചെയ്തത്. അത് 2800 സ്പെഷ്യൽ കളറും കിട്ടുന്നുണ്ട്. ഗ്രേ ആണെങ്കിൽ ഗ്രേ കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നേരെ 512 പോവാം. 512 3100 നമുക്ക് ഇത് കൊടുക്കാം. 3100 അത് നല്ലൊരു റേറ്റ് ആണ്. 3100 മാത്രം. അത് 512 S24 അൾട്ര നല്ല ഓഫറാണ്. ബ്ലാക്ക് കളർ 3100. ബാക്കി കളർ ഉണ്ടെങ്കിൽ 50 ദിറംസ് വെറും ജസ്റ്റ് ഒരു 50 ദിറംസും കൂടി എക്സ്ട്രാ കൊടുക്കണം. വേറെ കളേഴ്സും കിട്ടും. ബ്ലാക്ക് തന്നെയാണ് ഏറ്റവും നല്ല കളർ. വയലറ്റിലുണ്ട്. ഇനി നമുക്ക് നേരെ S25ലേക്ക് പോകും. 25ലാണെങ്കിൽ ഇതാ 128 2350 കൊടുക്കാം. 2350. ഓക്കെ, 2350 128 കൊടുക്കാം. S25 ആണ് പറയുന്നത്. 256 ആണെങ്കിലോ? 256 പ്രശ്നം. റെഡ് കളറിന് 2600.
റെഡിന് 2600, കളേഴ്സിന് വ്യത്യാസമുണ്ട്. റെഡ് എടുക്കുകയാണെങ്കിൽ 2600 വേറെ കളേഴ്സ് ആണ്. എന്നാലും ഒഫീഷ്യൽ റേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാലും 800-900 ദിർഹംസിന് വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതന്നെ 25 അൾട്രാ ഓക്കെ. അതേപോലെ തന്നെ S25 512 എത്ര കൊടുക്കാം? 2900. നല്ല റേറ്റ് ആണ് കേട്ടോ. 1000 ദിർഹംസിന്റെ മേലെ വ്യത്യാസം വരുന്നുണ്ട്. 2900 കിട്ടും. പ്ലസ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതാ 2800 256 25 പ്ലസ് 2800 നല്ല ബിഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആർക്കാ വേണ്ടിക്കുന്ന 2800 25 പ്ലസ് 256 കിട്ടും. ഓക്കെ, ഇനി അതിന്റെ 512 ആണ് 3100 ഗാലക്സി S25 പ്ലസ് 512 25 അൾട്രാ ആണെങ്കിൽ നമുക്ക് ഇതാ കൊടുത്താൽ എല്ലാ കളറും എടുത്തോ. എല്ലാ കളറും ആണെങ്കിൽ നമുക്ക് 25 25 കുറയും. അപ്പൊ നമ്മളിപ്പോ പറയുന്ന എല്ലാ ഓൾ കളർ ഒറ്റ റേറ്റ് പറയുന്നുണ്ട്. വൈറ്റ് എടുക്കുകയാണെങ്കിൽ 25 എക്സ്ട്രാ വീണ്ടും കുറച്ച് 25 അൾട്രാ എത്ര കൊടുക്കാം? അതന്നെ 25 അൾട്രാ 3400 3400 256 GB കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് വൈറ്റ് എടുക്കുകയാണെങ്കിൽ വീണ്ടും 25 കുറച്ചിട്ട് 3375 ദിർഹംസിന് കിട്ടും. ഇത് തന്നെ 512 ആണെങ്കിലോ 3900 കൊടുക്കാം. 3900 ദിർഹംസിന് 512 3900 ദിർഹംസിന് എല്ലാ കളറും കൊടുക്കാം നമുക്ക്. മാറിപ്പോയിക്കൊന്നുമില്ല. 3512 GB ആണ്. നല്ല റേറ്റ് ആണ്. 4000 താഴെ പോയിട്ടുണ്ട്. 3900 512 1 TB ആണ്. 1 TB ആണ് 4600 കൊടുക്കാം നമുക്ക്. അത് ഭയങ്കര ഓഫറാണ്. 4600 4600 ഒന്നും നോക്കണ്ട. ഉറപ്പിച്ച് 4600 512 അല്ല 1 TB. ഒരു 1 മന്ത് മുന്നേ നമ്മൾ കൊടുത്ത 4600 4700 ഒക്കെ 512 ഒക്കെ ശരിക്കും റേറ്റ് 4500 റേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ 4600 1 TB തന്നെ കിട്ടുകയാണ്. ഓക്കെ, എന്താ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ബാക്കി മോഡൽ പറയാം. പിന്നെ എയർപോർട്ട് കാര്യങ്ങളിലുണ്ട്. ഇതാ ഇതിപ്പോ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എയർപോർട്ട് ബഡ്സ് 3 ഉണ്ട് സാംസങ്ങിന്റെ. അത് 450 കൊടുക്കാം. ഇനിയിപ്പോ ആപ്പിളിന്റെ 4 ജനറേഷൻ ആണെങ്കിൽ എത്ര കൊടുക്കാം? 425 കൊടുക്കാം. അതിന്റെ നോയിസ് ക്യാൻസലേഷൻ അതുകൊണ്ട് അത് 580 കൊടുക്കാം. എല്ലാം TR ആണ്. എല്ലാം TR സ്റ്റോക്കാണ്. നമുക്ക് വേണ്ടു. പിന്നെ 650 റുപ്യക്ക് നമ്മളെ പ്രോ 2 ടൈപ്പ് 650 എല്ലാം TR സ്റ്റോക്കാണ്. പൊളിച്ച് ചില ആൾക്കാരുടെ ചെറിയ മോഡൽ ഇങ്ങനെ ചോദിക്കുന്നത്. ചെറിയ മോഡല് സംഭവം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് മാത്രം പറഞ്ഞാൽ എല്ലാ സാധനം ഓണർ ഉണ്ട്. ഒപ്പോ കാണിക്കുന്നുണ്ട്, ഒപ്പോ ഉണ്ട്. വിവോ കാണിക്കുന്നുണ്ട്, വിവോ ഉണ്ട്. റെഡ്മി നാട്ടിലെ കുട്ടിയൊക്കെ പിന്നെ കൈമ കൊടുത്താൽ ഇപ്പൊ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോണുമായിട്ട് തങ്ങൾ എറിഞ്ഞോളൂ. എന്നാലും ഇത് പൊട്ടൂല. നല്ല അടിപൊളി ഫോണാ. അപ്പോൾ കള്ളനൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കള്ളൻ എറിയുകയും ചെയ്യാം. അതുപോലെ ടോർച്ച് ഒന്നും ആവില്ല. നല്ല. അതുപോലെ വീട്ടിൽ ചില ആൾക്കാർ പറയൂ താഴെ വീട്ട് കുട്ടികൾ പൊട്ടിക്കുന്നത്. അതുപോലെ പ്രായമുള്ള നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊടുക്കുക. താഴെ വീണ് അത്ര പെട്ടെന്ന് പൊട്ടൂല. കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ട്. ഈ ഐസും കട്ടലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്നില്ല. അതൊക്കെ കാണാനൊക്കെ ഓക്കെയാണ്, സൂപ്പറാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആൾക്ക് പലർക്കും അറിയാം ഭയങ്കര ഹാങ് ആണ്. സംഭവം എല്ലാം സെറ്റപ്പ് ഓക്കെയാണ്. താഴെ വീണാലും പൊട്ടൂല, ഐസിൽ വെച്ചാൽ പൊട്ടൂല. പക്ഷെ അതിലൊക്കെ എന്ത് വ്യത്യാസമുണ്ട്? നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അതായത് ഹാങ്ങിങ് കാര്യങ്ങളും ഒരു ബഫറിംഗ് ആണ്. ഇങ്ങനെ കറങ്ങി എടുക്കും. അപ്പോൾ നെറ്റും കാര്യവും കറക്റ്റ് കിട്ടൂല. അങ്ങനത്തെ ഒരു ഫോണുകൾ മാർക്കറ്റിൽ ഒരുപാട് ചൈന ഫോണുണ്ട്. അതുപോലെ ജപ്പാൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കൊറിയൻ്റെ വരുന്നുണ്ട്. പക്ഷെ അതിൽ നല്ല വിഭിന്നമായിട്ട് സാംസങ് ഇറക്കാണ്. സാംസങ് ഇറക്കുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലെ സാധനം ഇറക്കുള്ളൂ. ആ ഒരു സാംസങ്ങിന്റെ ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾ താഴെ വീണാൽ അത്യാവശ്യം ഒന്നും പറ്റാത്തൊരു ഫോൺ തങ്ങൾ എത്ര കൊടുക്കാം? 550 ദിർഹംസിന് 550ക്ക് നിങ്ങൾക്ക് അടിപൊളി ഫോണ് പ്രായമുള്ള ആൾക്ക്, അതുപോലെ തന്നെ കുട്ടികളുള്ള ആൾക്ക്, താഴെ വീണ പൊട്ടുന്ന ആൾക്ക്, അങ്ങനെ കംപ്ലൈന്റ് ഉള്ള ആൾക്കൊക്കെ പറ്റിയൊരു ഫോൺ ഉണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ ഫോണാണ്. ഏറ്റവും കുറഞ്ഞിട്ട് 285 ദിർഹംസേ ഉള്ളൂ. 285 അത് നിങ്ങൾ ഐഫോൺ അല്ലേ, ഇത് സാംസങ്. 285 കൊടുക്കുക. 285 നിങ്ങൾ ചില ആൾക്കാർ വില കുറഞ്ഞിട്ട് യൂസ്ഡ് മൊബൈൽ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. വില കുറഞ്ഞിട്ട് സെക്കൻഡ് റേറ്റോ അല്ലെങ്കിൽ വേറെ കൊടുക്കാനോ വില കുറഞ്ഞ ഫോണൊക്കെ അന്വേഷിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ തന്നെ വാങ്ങിക്കോളൂ. എത്ര GB ഞങ്ങൾ ഇത് 64 GB 4 GB റാമും 64 GB മെമ്മറി ഉള്ള സാംസങ്ങിന്റെ അത് TRS ഒക്കെ 1 ഇയർ വാറന്റിയുള്ള സാധനം വെറും 285 കിട്ടുന്നുണ്ട്. അല്ല പിന്നെ ഇതോടെ പറയാനുള്ളത് ചെറിയ ഫോണെല്ലാം സെക്കൻഡ് ഹാൻഡ് വിൽക്കാൻ വരുന്ന ആൾക്കാരോട് ഈ ചെറിയ സാംസങ്ങിന്റെ പുതിയ ഫോൺ തന്നെ 285 റുപ്യ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് എടുക്കാത്തത്. സാംസങ് ചെറിയ വില പറയുന്നേരോ ചില ആൾക്കാർക്ക് അതൊരു ദേഷ്യം പിടിക്കുന്ന. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ചെറിയ മോഡലൊക്കെ അതായത് S20 Note 20 ഒക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ എടുക്കാം. അതേസമയം ചെറിയ മോഡലൊക്കെ ആകുമ്പോൾ പുതിയ തന്നെ ഇത്രേ വില ഉള്ളൂ. അപ്പൊ നിങ്ങൾ യൂസർ സാധനം കൊണ്ടുവന്നാൽ
ഞങ്ങൾക്ക് ഇപ്പോൾ 100-150 ഒക്കെ പറയാൻ പറ്റും. ഇതേപോലെ തന്നെ റെഡ്മിന്റെ കേസ് അതുപോലെ തന്നെ അതിനൊക്കെ പുതിയ വരുന്നത് ആകെ 200, 300, 400, 500 ദിവസത്തിന് പുതിയ ഫോൺ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് 1-2 വർഷം ഉപയോഗിച്ച സാധനം ആ ചെറിയ മോഡലൊക്കെ കൊണ്ടുവരും, നമുക്ക് ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് വേറെ കൊടുക്കാനുള്ളതാണോ, കാരണം പുതിയ ഫോണിന് ഈ വിലക്ക് കിട്ടുമ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെറിയ മോഡലിന് മാത്രം നമുക്ക് യൂസർ മൊബൈലിന് വില കുറച്ചെടുക്കുന്നത്. അതേസമയം വലിയ 11 മുതൽ മേലോട്ട് ഐഫോൺ മുതൽ അതുപോലെ സാംസങ് വലിയ മോഡലൊക്കെ ആണെങ്കിൽ ഒരു 2-3 വർഷം പോയതൊക്കെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ മോഹൻലാൽ പറഞ്ഞല്ലോ, വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പും, നിങ്ങളുടെ കയ്യിൽ തന്നെ യൂസർ മൊബൈൽ ഉണ്ട്, അത് കൊണ്ടുവരാം. കാരണം ഇത് വില കുറയുള്ളൂ, മൊബൈലിന് വില യൂസറിന് കുറയുള്ളൂ. ആ മൊബൈൽ കൊണ്ടുവന്നാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ മൊബൈൽ വാങ്ങിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ കാര്യം പറഞ്ഞു. ഒരു മോഡൽ ഫോൾഡ് 6 മോഹൻലാൽ നമ്മളെ ഫോൾഡ് 6 മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത്. മോഹൻലാലല്ല, അതിന്റെ മുന്നേ ഞാൻ പറയും 4250 രൂപയ്ക്ക് 256 4250 റംസിന് 256. പിന്നെ 512 ആണെങ്കിൽ 4700 കൊടുക്കാം. 4700. ഫ്ലിപ്പ് 6 ആണെങ്കിൽ 2700, 2950. ഫ്ലിപ്പിനാണെങ്കിൽ വില പിന്നെ കുറച്ച് 2700, 256 2700, 2950, 512. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടാബ് വേണമെങ്കിൽ ടാബും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെറിയ മോഡലിന്റെ ആയിട്ട് ഒരു വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞിരുന്നു, സാധിച്ചിട്ടില്ല ഇതുവരെ. ഇൻഷാല്ലാ അടുത്ത എന്തായാലും 2-3 ഡേയ്സിന്റെ ഉള്ളിൽ ചെറിയ മോഡൽ മാത്രം മൊബൈൽ വെച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പോകണല്ലോ, എല്ലാവരും പരിഗണിക്കണം. അപ്പോൾ ആരോ കമന്റ് ഇട്ടിട്ട് ഞങ്ങളെ കൂടി പരിഗണിക്കും. നിങ്ങൾ വലിയ മോഡൽ മാത്രം പറയില്ല, അതുകൊണ്ട് ഇത്തവണ കുറച്ചൊന്ന് ഏഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ ചെറിയ മോഡൽ തന്നെ വെച്ചിട്ട് നമ്മൾക്ക് പരമാവധി നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് 285 ദിറംസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇപ്പോ 300 ഏത് ബ്രാൻഡ് മേടിക്കും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നുണ്ടാവും, ഓണർ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, റെഡ്മി ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും. ഏത് ബ്രാൻഡ് മേടിക്കാൻ നിങ്ങൾക്ക് നമുക്ക് മെസ്സേജും കാര്യങ്ങളും അയക്കുന്ന നമ്പർ ഉണ്ട്. മെസ്സേജ് അയക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾ കോൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മറുപടി തരാൻ സാധിക്കും. പക്ഷെ മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് റീപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും, എന്നാലും പരമാവധി നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. വിട്ടു പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ കോൾ ചെയ്യുക. ഇതിൽ ഒരു നമ്പർ മാത്രമേ കൊടുക്കുള്ളൂ, പക്ഷേ നിങ്ങൾ ഒരു നമ്പർ മാത്രം വിചാരിക്കേണ്ട, ലാസ്റ്റ് നമ്പർ മാത്രം ചേഞ്ച് ആക്കി 31 32 33 34 35 അങ്ങനെ 5 നമ്പർ ഉണ്ട്. 5 നമ്പർ നിങ്ങൾ വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരു നമ്പർ കിട്ടിയെങ്കിൽ അടുത്ത നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ നേരെ പോയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ഒരു പിശുക്കും കാണിക്കുക, നല്ലതാണെങ്കിൽ നല്ലത്, അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഒന്നും അല്ലെങ്കിൽ ഒരു സ്മൈലെങ്കിലും ഇട്ടിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും